അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ ഇന്ന് രാത്രിയത്തെ ഫുഡെല്ലാം കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ വെക്കേഷനല്ല, നിങ്ങൾക്കറിയാലോ, കുട്ടികളൊന്നും പെട്ടെന്നൊന്നും ഉറങ്ങി കിട്ടുമൊന്നുമില്ല. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് ഈ ഒരു സമയത്തല്ലേ റിലാക്സ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ രാത്രി ഇപ്പോൾ സിങ്ക് ഇതുപോലെ ഒരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ഇതുവഴിയാണ് കൂറയെല്ലാം കയറി വരുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു പരിധി വരെ കിച്ചണിലെ കൂറൻ്റെ ശല്യം ഒഴിവാക്കാൻ ഇത് വളരെ നല്ലതായിരിക്കും കേട്ടോ. രാത്രി നമ്മൾ സിങ്ക് ഒന്ന് അടച്ചു വെക്കുന്നത് പലപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ടാവലില്ല. ഓർമ്മയുള്ള സമയങ്ങളിലെല്ലാം ഞാൻ ഇതേപോലെ അടച്ചു വെക്കും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്ത കൂറയുടെ ശല്യം ഒരു പരിധി വരെ നമുക്ക് ഇല്ലാണ്ടാവും. പിന്നെന്താണ്, ഞാൻ രാത്രി നമ്മളെ വെള്ളവും ജഗ്ഗും കൊണ്ടുവെക്കുന്ന ആ ഒരു സൈഡിൽ തന്നെ ഞാൻ തൈറോയ്ഡ് പേഷ്യൻ്റാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ ഗുളിക കുടിക്കാൻ എപ്പോഴും എൻ്റെ അടുത്ത് മറന്നു. അതുകൊണ്ട് തന്നെ ഹോളിൽ ഇതേപോലെ ഞാൻ കൊണ്ടുപോയി വെക്കും കേട്ടോ. എന്നാൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പം തന്നെ ഈ ഗുളിക കണ്ടാൽ നമുക്ക് കുടിക്കാൻ ഓർമ്മ ഉണ്ടാവില്ല. ആ ഒരു മറവി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തൈറോയ്ഡ് ഉള്ളത് കൊണ്ട് ഇത് കുടിച്ചിട്ടില്ലേ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എപ്പോഴും ഓർത്തെടുത്തിട്ട് കുടിക്കേണ്ട ഒരു കാര്യമാണ് തൈറോയിഡിൻ്റെ മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ കിച്ചണിൽ രാവിലെ വന്നാൽ ഈ ഒരു അടപ്പ് കണ്ടില്ല, ഇതേപോലെ അടച്ച് വെച്ചാൽ നല്ലൊരു മാറ്റം നമ്മുടെ കിച്ചണിൽ കൂറ ശല്യത്തിനുണ്ടാവും. മെയിനായിട്ട് കൂറ വരുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ഈ സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഓർത്തെടുത്ത് എല്ലാവരും ചെയ്ത് നോക്ക്, നല്ല റിസൾട്ട് ഉണ്ടാവും. എന്നോട് പലപ്പോഴും മറന്നു പോകുന്നത് അതാണ് വിഷയം. ഇനിയിപ്പോൾ എന്താണ്, ഇതൊന്ന് അടപ്പ് മാറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് സാധാരണ പോലെ തന്നെ ഡേ ടൈമിൽ ഉപയോഗിക്കാം. പിന്നെ മോൾക്കുള്ള ചായ വെച്ചിട്ടുണ്ട് കേട്ടോ, ഓളെ മദ്രസയിലാക്കണം. അതിനുശേഷം കുറച്ച് ഇപ്പം അടുത്തൊരു ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹെവി വർക്കൗട്ടൊന്നുമില്ല, കുറച്ച് കാർഡിയാക്ക് എക്സസൈസും പിന്നെ ബെല്ലി ഫാറ്റിൻ്റെ കുറച്ച് എക്സസൈസും ചെയ്തു തുടങ്ങുന്നുണ്ട്. കാരണം നമ്മൾ 40 അടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, 40 ആകുന്നതിനടുത്താൽ നമ്മൾ എന്തായാലും വർക്കൗട്ട് നമ്മളെ ജീവിതത്തിലെ ഒരു നിത്യഭാഗമാക്കി മാറ്റണം. കാരണം ഇതെന്ന് വെച്ചാൽ തുടങ്ങാൻ എളുപ്പമാണ്, കണ്ടിന്യൂ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. എന്തോ 1-2 ദിവസം തുടങ്ങി നിർത്തുന്നത് കൊണ്ട് കാര്യമില്ല. കണ്ടിന്യൂ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. പക്ഷേ ഞാനും തുടങ്ങിയിട്ടുണ്ട്, എത്രത്തോളം കണ്ടിന്യൂ ചെയ്യുന്ന അറിയില്ല. അപ്ഡേഷൻ ഞാൻ പറയാട്ടോ. അപ്പോൾ രാവിലെ പാൽച്ചായ ഇപ്പം ഞാൻ കട്ടാക്കിയിട്ടുണ്ട്. അത് വളരെ കഷ്ടപ്പെട്ട് ഞാൻ നേടിയെടുത്തതാണ് ഈ ഒരു പാൽച്ചായയുടെ ഹാബിറ്റ് ഒഴിവാക്കിയെടുത്തത്. ഇപ്പം മധുരടാത്ത കട്ടൻ ചായ, അതിൻ്റെയോടൊപ്പം പഴവും കുറച്ച് മിക്സ്ചർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴം. രാവിലെ അപ്പാട് കഴിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഈ മിക്സ്ചറിൻ്റെ ഒക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുണ്ട്. ഇത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഹെൽത്തി ഒന്നുമല്ല. പക്ഷേ ഞാൻ ഒരു റിലാക്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നല്ലോണം വർക്കൗട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ചായയൊക്കെ കുടിച്ച് അതിനുശേഷം പത്തിരിക്കുള്ള പൊടി കുഴച്ചെടുക്കുന്നുണ്ട്. പത്തിരിയല്ല പറയാട്ടോ എന്താ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് നമ്മുടെ പത്തിരി പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളമൊന്നും ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് തണുക്കുമല്ലോ. എന്നിട്ട് കുറച്ച് പണിയുണ്ട്. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങി ചെടികളോടെല്ലാം കുറച്ച് വർത്തമാനെല്ലാം പറഞ്ഞതിന് ശേഷമാണ് മുറ്റടിക്കാൻ നിൽക്കുക. എന്താ വെച്ചാൽ ചെടികളെടുത്ത് കുറച്ച് ചെടിയേ ഉള്ളൂ. നിങ്ങൾ പറയുമ്പോൾ വിചാരിക്കും ഒരുപാട് എൻ്റെ അടുത്ത് അങ്ങനത്തെ കളക്ഷൻസ് ഒന്നും ഉണ്ട്. ഇല്ല കേട്ടോ, എനിക്ക് അങ്ങനെയുള്ള ഭയങ്കര മടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ. എന്നാൽ ഇപ്പോൾ അടുത്ത് തന്നെയാണ് ഇത്രയെങ്കിലും ഞാൻ ചെയ്തെടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ റോസ് എത്രത്തോളം വിരിഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ റോസിന് മൊട്ട് വന്നിട്ടുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് സമയം പോട്ടെ. റോസെല്ലാം വിരിഞ്ഞ് നിൽക്കുന്ന കണ്ടാൽ തന്നെ ഞാനിങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അധ്വാനിക്കാൻ കുറച്ച് മടിയാണ്, റിസൾട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിറയെ മുട്ടുകളെല്ലാം ഇട്ടിട്ട് നല്ല ചെറുതായി വിരിഞ്ഞ് വരുന്ന റോസിനെ കാണാൻ ഭയങ്കര ഭംഗിയല്ല. അപ്പോൾ അതെല്ലാം കുറച്ച് നേരം ആസ്വദിച്ച് നല്ല റിലാക്സാണ് കേട്ടോ. രാവിലത്തെ ഇങ്ങനെ നമ്മൾ കുറച്ച് ചെടികളെത്തെല്ലാം കുറച്ച് പരിചരിക്കുന്നത് നമ്മുടെ മൈൻഡ് നല്ലോണം റിലാക്സ് ആവും. അങ്ങനെ മുറ്റയെല്ലാം അടിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡെയിലി റുട്ടീൻ തുടങ്ങണം. ഇനിയിപ്പോൾ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും തേങ്ങ ചിരകുന്നത് പുറത്തുനിന്നാണ് കേട്ടോ. ഉമ്മാൻ്റെ മുറ്റത്ത് വന്നിട്ട് അവിടെ പഴയൊരു ചിരവുണ്ട്, അത് വെച്ചിട്ട് എനിക്ക് ഈസി ആയിട്ട് തേങ്ങ ചിരണ്ടി എടുക്കാൻ പറ്റും. എൻ്റെ അടുത്തുണ്ട് ഒരു ചിരവ, പക്ഷെ അത് ഞാൻ ഉപയോഗിക്കലേ ഇല്ല. അങ്ങനെ തേങ്ങയെല്ലാം ചിരകി വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തേങ്ങാപ്പാൽ കുറച്ച് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഒരു ഈസി റെസിപ്പിയാന്ന് പറഞ്ഞല്ലോ. ഇന്ന് എനിക്ക് ഉച്ചക്കും രാത്രിയും ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ രാവിലത്തേക്ക് മാത്രമേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവശ്യമുള്ളൂ. അപ്പോൾ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കേണ്ടയില്ല. കറി ഉണ്ടാക്കിയാൽ പിന്നെ ഉച്ചക്കും രാത്രിയൊന്നും വേണ്ട. പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കണം. പിന്നെ ഒരു ദിവസം ഉള്ളിയും വെളുത്തുള്ളിയും തൊലി കളയാണ്ട് നിൽക്കുമെന്ന് പറഞ്ഞാൽ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് കട്ടിങ് പരിപാടി ഒഴിവായി കിട്ടാന്നുള്ളത്. അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് ഒരു കപ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ചുകൂടി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തേങ്ങേൻ്റെ 1/4 ഭാഗം ഞാൻ തേങ്ങാപ്പാലാക്കി, 1/4 ഭാഗത്തോളം ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് വെച്ച ആ ഒരു അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി 1 കപ്പ് മൈദ,
അതും കൂടി ഈ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത്ര വലിയ മിക്സി അല്ലെങ്കിൽ എന്താണ് 2 ബാച്ചാക്കിയിട്ട് ചെയ്താൽ മതി. കുറച്ച് ഉപ്പ് പൊടി ഇട്ട് തേങ്ങാപ്പാൽ 2 ഗ്ലാസ് മതി. ഓവറായിട്ട് ലൂസായി പോകണ്ട, കാരണം മുട്ട ഒഴിച്ചിട്ടുണ്ടല്ലോ. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് വൺസിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് 5 സെക്കൻഡ് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് ആ സൈഡിലെല്ലാം അരിപ്പൊടി ഒട്ടി നിൽക്കുന്നുണ്ടാവില്ല, അതെല്ലാം ഒന്ന് തട്ടി മാറ്റി കൊടുത്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് 5 സെക്കൻഡ് ബ്ലെൻഡ് ചെയ്യുക. അത്രേ വേണ്ട, ഓവറായിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണം. ആ മുട്ടയും തേങ്ങാപ്പാലും അരിപ്പൊടിയും മൈദയും എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്ററായിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ടൈറ്റ് ആയാലും കുഴപ്പമില്ല, എന്നാൽ ഈ ഒരു ലൂസായാലും പ്രശ്നമില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇത്തിരി മതി, കുറയൊന്നും ആവശ്യമില്ല, നമ്മളിപ്പോൾ തന്നെ ചുട്ടെടുക്കുന്നതാണ്. പിന്നെ ഇത് ചുടുന്ന സമയത്തെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഉപ്പ് നമ്മൾ നേരത്തെ മിക്സിയിൽ തന്നെ ആഡ് ചെയ്തിനല്ലോ, അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമില്ല. നല്ലപോലെ എല്ലാം മിക്സ് ചെയ്തെടുത്ത് ചൂടായ തവയിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാട്ടെ ഇത്. രാവിലെ എല്ലാം സ്കൂളില്ലാത്ത സമയത്ത്, സ്കൂളുള്ള സമയത്ത് ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്യലില്ല. പിന്നെ സ്കൂളിൽ നിന്ന് വൈകുന്നേരം വരുന്ന സമയത്ത് ഇത് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. എൻ്റെ വലിയ തവയായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ഇതിലിങ്ങനെ 2-3 ഒരുമിച്ച് ചുട്ടെടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടില്ല, നിറയെ ഹോൾസ് വന്ന് നല്ലൊരു ഇതിൻ്റെ പേര് ഞങ്ങളിവിടെ ഓട്ടട എന്നാണ് പറഞ്ഞത്. ശരിയായ ഓതൻറ്റിക് ഓട്ടടയുടെ റെസിപ്പിയാണെന്ന് ചോദിച്ചാൽ എല്ലാം തോന്നും കേട്ടോ, എനിക്ക് അറിയില്ല. ആ ഒരു കല്ലിലെല്ലാം ചുട്ടെടുക്കുന്നില്ല നമ്മൾ, ആ ഒരു റെസിപ്പി അല്ലേ ഇത്. ഞാൻ എൻ്റെ രീതിയിലൊരു ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു റെസിപ്പിയാണ്. പക്ഷേ ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു ബ്രൗൺ കളറായിട്ട് അടിഭാഗം മാറുന്നത്. പക്ഷേ ഇത്രയും സോഫ്റ്റുള്ളൊരു സംഭവം, കറിയൊന്നും വേണ്ട, ചൂടോടെ തന്നെ നമുക്ക് വായിലിട്ടങ്ങ് അലിഞ്ഞു പോകും. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പത്തിരി. ഇത് ഓരോന്ന് വെച്ച് ചൂടുന്നതാണ്. ഇത് അടച്ച് വെച്ചാൽ പിന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നല്ലപോലെ ഒട്ടി കിട്ടാണ്ട് കിട്ടും കേട്ടോ. നമ്മൾ അങ്ങനെയും ചുട്ടെടുക്കാം. പക്ഷേ എനിക്ക് കുറച്ച് സ്പീഡ് എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് കഴിയണം. കുറേ സമയം ഇങ്ങനെ കിച്ചണിൽ നിൽക്കുന്നത് അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ചെയ്തെടുക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ കുറേ ഒരുമിച്ചങ്ങ് ഒഴിച്ചിട്ട് തിരിച്ചിട്ടിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ല, നിറയെ ഹോൾസ് ഉണ്ട്. ഞാൻ ഇതേപോലെ തന്നെ 3, 4, 5 കുഞ്ഞു കുഞ്ഞായിട്ട് ഒഴിച്ച് കുറച്ച് സമയം നല്ലപോലെ ഹോൾസ് എല്ലാം വന്നാൽ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കും. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് കണ്ടാൽ നേരെ തിരിച്ചിടും. ജസ്റ്റ് തിരിച്ചിട്ട് 2 സെക്കൻഡേ വെക്കേണ്ട ആവശ്യമുള്ളൂ, പിന്നെ എടുത്ത് മാറ്റാം. അത്ര ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇത്. ഇവിടെ എന്ന് വെച്ചാൽ സാധാരണ കുട്ടികൾക്ക് നമ്മൾ എന്താണോ ഇഷ്ടം, വെക്കേഷൻ സമയത്തൊക്കെ അവർ ഇഷ്ടം അനുസരിച്ച് നമ്മൾ മെനു എന്തായാലും പ്ലാൻ ചെയ്യേണ്ടി വരും. കാരണം വീട്ടിൽ കിട്ടുന്ന സമയത്ത് മാക്സിമം നമ്മൾ നല്ലപോലെ നോക്കണം. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂൾ പോയിട്ട് ആകെ ക്ഷീണിച്ച് വരുന്ന കുട്ടികളല്ലേ, അതുകൊണ്ട് ഒരു റിലാക്സ് ആയിട്ട് അവർക്ക് കിട്ടുന്നതാണ് ഈ ഒരു വെക്കേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പം ഞാനിതിന് കറി ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത്. അതിന് പകരം ഞാൻ ചെയ്തെടുക്കുന്നത് പഴം വെച്ചിട്ട് തേങ്ങാപ്പാലും വെച്ചിട്ടുള്ളൊരു കൂട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ പഴം എൻ്റെ കിച്ചണിൽ പഴത്തിൽ പഴം കുറേ ഉണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറേ റെസിപ്പീസ് ചെയ്യും. പഴം നമുക്ക് കളയാൻ പറ്റില്ല. പഴം കുട്ടികൾ ഒരുപാട് അപ്പാട് തൊലി കളഞ്ഞ് തിന്നുകയില്ല. ഇത് നല്ല മധുരമുള്ള കദളിപ്പഴമാണ്. അപ്പോൾ ഇത് തൊലി കളഞ്ഞിട്ട് ഞാനൊരു പാത്രത്തിലിട്ടിട്ട് ഇതിൽ കുറച്ച് തേങ്ങാപ്പാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ദോശയ്ക്ക് ഇത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നമുക്കിങ്ങനെ കഴിക്കാനായിട്ട് കുട്ടികൾക്ക് തേങ്ങാപ്പാലെല്ലാം കൊടുക്കുന്നതും ഭയങ്കര ഹെൽത്തിയാണ്. ഇതൊന്നുമില്ല, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് ഞാൻ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 സ്പൂൺ. കാരണം പഴത്തിൽ അത്യാവശ്യം നാച്ചുറലായിട്ട് നല്ല മധുരമുണ്ട്. പിന്നെ എൻ്റെ കിച്ചൺ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല വെയിലടിക്കുന്നുണ്ടില്ല. ഈ രാവിലത്തെ വെയിൽ കൊള്ളുന്നത് നല്ലതാട്ടാ. നമുക്ക് വിറ്റാമിൻ ഡിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ രാവിലെ. എൻ്റെ ഒരു കിച്ചൻ്റെ ഈ ഒരു ഗ്യാസിൻ്റെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ ഇഷ്ടം പോലെ രാവിലെ ഉണ്ടാവും നമ്മുടെ ഈ ഒരു സൂര്യപ്രകാശം കടന്നു വരും. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഒരു മൂഡായിരിക്കും. രാവിലെ ഒരു 8:30 വരെ ഇങ്ങനെ നല്ലൊരു സൂര്യപ്രകാശം ഉണ്ടാവും കേട്ടോ. ഇത് നമുക്ക് പ്രത്യേക ഒരു വൈബായിരിക്കും. രാവിലെ കിച്ചണിൽ ഇങ്ങനെ ഈ ഒരു സൺ കിസ്സസ് എന്നെല്ലാം പറയൂലേ, അതേപോലെ കിച്ചണിൽ ഇങ്ങനെ അതിനോടൊപ്പം ചെയ്യാനായിട്ട് ഈ ഒരു ഏരിയയിൽ മാത്രമേ കിട്ടുള്ളൂ. അവിടെ ഒരു വിൻഡോ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സൂര്യപ്രകാശം കടന്നു വരുന്നത്. എപ്പോൾ നമ്മുടെ കിച്ചണ് കുറച്ച് ഗ്യാസ് സ്റ്റൗവിൻ്റെ എല്ലാം അടുത്ത് കുറച്ച് വെളിച്ചമുള്ളതാണ് വീട്ടമ്മമാർക്ക് ഏറ്റവും നല്ലത്. അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾക്കൊരു മൈൻഡ് റിലാക്സ് വേണ്ട. എപ്പോഴും നമ്മൾ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിലവഴിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ കിച്ചൺ ആയിരിക്കും അല്ലേ. ഒരു ഹൗസ് വൈഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജോലിക്കൊന്നും പോകുന്നില്ലെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ അടുക്കള തന്നെയല്ലേ. അപ്പോൾ ആ ഒരു അടുക്കളയിൽ നമുക്ക് കുറച്ച് റിലാക്സ് ആകുന്ന കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ്. അപ്പം പുതിയ വീടെടുക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ കിച്ചണിനെ പറ്റി കുറച്ചും കൂടി നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്കില്ല, നമ്മൾ തേങ്ങാപ്പാലടങ്ങിയ ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എൻ്റെ ഒരാൾക്ക് ഡ്രൈ സ്കിന്നാണ്, ഒരാൾക്ക് ഓയിലി സ്കിന്നാണ്. അപ്പോൾ 2 പേർക്കും 2 സ്കിന്നാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ല കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നാണ് നമ്മൾ ഫുഡിൽ തേങ്ങാപ്പാലുകളെല്ലാം ഉൾപ്പെടുത്തുന്നത്. നമ്മളെ സ്കിന്ന് നല്ല ഓയിലി ആയിരിക്കാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും എല്ലാം ഹെൽപ്പാക്കുന്നൊരു സംഭവമാണ്.
അപ്പോൾ ഇത് നമ്മൾ ചുടുന്ന സമയത്തും അരിയിലേക്കും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു മിക്സും നമ്മൾ തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. ഇങ്ങനെ കഴിച്ചെടുക്കുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും ബോഡിയിൽ. ഇത് 1-2 ദിവസം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തേങ്ങാപ്പാൽ കറികളിലൊക്കെ ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്ക് നിങ്ങൾ നോക്കിയാൽ അതിൽ കറികളിലെല്ലാം തേങ്ങാപ്പാൽ അവർക്ക് കൂടുതൽ കൊടുത്താൽ വളരെ നല്ലതാണ്. സ്കിന്ന് നല്ലോണം ഓയിലി സ്കിന്നാണ്. എൻ്റെ ഓയിലി സ്കിന്നാണ്, എനിക്കിങ്ങനെ ഡ്രൈ സ്കിന്നിൻ്റെ ഒരു വിഷയം വരുന്നില്ല. പക്ഷേങ്കിൽ കുറേ നമ്മളൊരു 40 വയസ്സ് അതിൻ്റെ മുകളിലേക്കെല്ലാം പോകുമ്പോൾ നമ്മളെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആവാനും കുറച്ചുകൂടി ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ കുറേ കുട്ടികളെ ഒരുക്കപ്പാടുകൾ നമുക്ക് ചെയ്തെടുക്കാനുണ്ടാവും. അപ്പോൾ ബാഗെല്ലാം അവളോട് ഒഴിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അതിനുശേഷം അതെല്ലാം എത്ര അവർ ഒഴിച്ചെടുത്താൽ അതിൽ അവിടെ ഇവിടെ പൊടിയെല്ലാം ഉണ്ടാവും. നല്ലപോലെ മുട്ടിയെടുത്തിട്ട് നല്ലോണം സർഫ് ഇട്ടിട്ട് അതൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. കുറേ അഴുക്കെല്ലാം ഉണ്ടെങ്കിൽ നല്ലപോലെ ഒരു അരമണിക്കൂറെല്ലാം നമ്മൾ ബക്കറ്റിൽ ബാഗിനെ സോക്ക് ചെയ്യുക. അതിനുശേഷം ബ്രഷ് കൊണ്ട് ഉരച്ചെടുക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാഗ് കഴുകുന്നതുകൊണ്ട് അധികം വലിയ കച്ചറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സോക്ക് ചെയ്തിട്ട് കുറേ സമയം വെച്ചിട്ടില്ല കേട്ടോ. അപ്പം തന്നെ നല്ലോണം ബ്രഷ് കൊണ്ട് എല്ലാ സൈഡും നല്ലപോലെ ഉരച്ചെടുക്കുന്നുണ്ട്. ബാഗ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഡെയിലി കൊണ്ടുപോകുന്നതാണല്ലേ, അന്നേരം നമുക്ക് സ്കൂളിലെ ദിവസങ്ങൾ അങ്ങനെ കഴുകാനൊന്നും പറ്റൂല. പിന്നെ ലഞ്ച് ബോക്സ്, എൻ്റെ മുകളിലാണെങ്കിൽ ലഞ്ച് ബോക്സ് ഈ ബാഗിൽ തന്നെ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. കുറച്ച് വലിയ കുട്ടികളല്ലാതെ പിന്നെ കിറ്റൊന്നും എടുത്ത് പോകില്ലല്ലോ. അപ്പോൾ ഫുഡിൻ്റെ ആ ഒരു സ്മെല്ലും ബുക്കും ഒക്കെ ആയിട്ട് ബാഗ് എന്തായാലും നമ്മൾ മന്ത്ലിയെങ്കിലും ക്ലീൻ ആക്കി കൊടുക്കണം. ഇനിയിപ്പോൾ അതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ, കാരണം ഉണങ്ങി കിട്ടാൻ ടൈം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കേഷൻ സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ വെക്കേഷൻ വരുന്ന സമയത്ത്. പിന്നെ കിച്ചണിൽ എല്ലാന്നത്തെയും പോലെ ഞാൻ ക്ലീൻ ചെയ്തെടുത്ത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഉച്ചക്കും രാത്രി നമുക്ക് ഫംഗ്ഷനാണ്, അതുകൊണ്ടാണ് ഇനിയൊന്നും എനിക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ റെസിപ്പിയെല്ലാം ചെയ്തെടുത്ത് കേട്ടോ. വല്ലപ്പോഴും അല്ലേ നമുക്ക് ഇങ്ങനത്തെ ദിവസങ്ങൾ കിട്ടുള്ളൂ. ഉച്ചക്കും രാത്രി ഒരേപോലെ ഫുഡ് വേണ്ടാണ്ടെല്ലാം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉച്ചക്ക് കല്യാണത്തിന് പോയാൽ ചിലപ്പോൾ രാത്രി നമുക്ക് തിരിച്ച് വന്ന് ഫുഡ് വേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് എപ്പോഴും. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ അങ്ങനത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.